ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ പശ്ചിമേഷ്യ എന്നതാണ് നമ്മൾ പുതിയ ടോപ്പിക്കിന്റെ പേര്. ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ തുടങ്ങുന്ന ഭാഗത്ത് നിങ്ങൾക്കൊരു ചെറിയൊരു കോട്ട് കാണാൻ കഴിയും. ഒരു കയ്യിൽ സമാധാനത്തിന്റെ ഒലീവിലയും മറുകൈയിൽ വിമോചന പോരാളികളുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലീവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത് നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. This is an extract from the speech delivered by the chairman of the Palestine Liberation Organization അല്ലെങ്കിൽ PLO എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. യാസർ അറാഫത്ത് in the UN Assembly 1974. What would be the circumstance that prompted him to deliver such a speech? അല്ലേ, നമ്മൾ ആ ഒരു സ്പീച്ച് ആരാണ്? യാസർ അറാഫത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അല്ലേ. പലസ്തീൻ വിമോചന സംഘടനയുടെ ചെയർമാൻ ആയിരുന്ന യാസർ അറാഫത്ത് 1974 UN അസംബ്ലിയിൽ ചെയ്തിട്ടുള്ള പ്രസംഗത്തിന്റെ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ പശ്ചിമേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്പീച്ച് അദ്ദേഹം നടത്താനുണ്ടായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഘടകങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഇൻട്രൊഡക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ബാൾഫർ ഡിക്ലറേഷൻ എന്നാണ് ടോപ്പിക്കിന്റെ പേര്. നമ്മൾ ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാണ് കേട്ടോ. Until the World War, the territory including Palestine was part of the Turkish Empire. As Turkey was defeated in the war, Britain took over the region since the Jews helped Britain in the war. The then British Foreign Secretary Arthur Balfour declared the establishment of Jewish nation in the West Asia. As a reward, it is known as ബാൾഫർ ഡിക്ലറേഷനിലെ ഒന്നാം ലോക യുദ്ധാനന്തരം പലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നുവെന്നും ഒന്നാം ലോക യുദ്ധത്തിൽ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ട് തുർക്കി പരാജയപ്പെട്ടതോടെ പലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ആരുടെ നിയന്ത്രണത്തിലായി? ബ്രിട്ടന്റെ നിയന്ത്രണത്തിലാവുകയും ഈ യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായിട്ട് പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം അനുവദിക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൾഫർ പ്രഖ്യാപിക്കുകയും ഇത് ബാൾഫർ പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെട്ടു അല്ലെ. നമുക്കറിയാം, ഒന്നാം ലോക യുദ്ധാനന്തരം പലസ്തീൻ ഉൾക്കൊള്ളുന്ന തുർക്കി എന്ന സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു എന്നും അതിന്റെ അവസാനം എന്ത് ചെയ്തു, തുർക്കി പരാജയപ്പെട്ടു. അപ്പൊ അവരുടെ സഹായിച്ചിട്ടുള്ള ജൂതന്മാർക്ക് ആ ഒരു ഓഫർ കൊടുക്കുകയാണ് അല്ലെ. അവരുടെ കഷ്ടതയിൽ സഹായിച്ചിട്ടുള്ള ജൂതർക്ക് ഒരു ഓഫർ കൊടുത്തു. എന്താണ്, അവർക്കൊരു അല്ലെങ്കിൽ എന്താണ്, ജൂതർക്ക് നൽകിയിട്ടുള്ള സേവനത്തിന് പ്രത്യുപകാരമായിട്ട് പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു രാജ്യം അനുവദിക്കണം എന്നാണ് അവര് അതിലൂടെ എന്തെങ്കിലും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള ആർതർ ബാൾഫർ പ്രഖ്യാപിച്ചു. അദ്ദേഹം പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഇതിന് എന്ത് പേരിട്ട് വിളിച്ചത്? ബാൾഫർ പ്രഖ്യാപനം എന്ന പേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിയോണിസം അല്ലെങ്കിൽ സിയോണിസ്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലെ. സിയോണിസം ഈസ് ആൻ ഇന്റർനാഷണൽ മൂവ്മെന്റ് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോം ലാൻഡ് ഫോർ ദി ജൂസ് അല്ലെ. ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് എന്ത്? സിയോണിസ്റ്റ് പ്രസ്ഥാനം. ജൂതർക്കായിട്ട് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണമെന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇസ്രായേൽ ഫോംസ് ദ ക്രൂവൽറ്റി ഓഫ് ഹിറ്റ്ലർ ടുവേർഡ്സ് ദി ജൂസ്. ദിസ് ജസ്റ്റിഫൈഡ് ദ ഡിമാൻഡ് ഫോർ എ സെപ്പറേറ്റ് ജൂയിഷ് സ്റ്റേറ്റ് ഇൻ 1948. ദ നാഷൻ ഇസ്രായേൽ ആൻഡ് ദി അറബ് നാഷൻസ് ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതർക്കെതിരെ നടത്തിയിട്ടുള്ള പീഡനങ്ങളാണ് ജൂതർക്ക് സ്വന്തമായിട്ടുള്ള ഒരു രാജ്യം വേണമെന്ന ആവശ്യത്തിന് തീവ്രത കൂട്ടാനുണ്ടായിട്ടുള്ള സാഹചര്യം. അങ്ങനെ 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു അല്ലെ. നിരന്തരം ഹിറ്റ്ലർ ജൂതരാണ് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജൂതരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അവഹേളിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് പിന്നീട് അവർക്കൊരു രാഷ്ട്രം രൂപീകരിക്കാൻ അവരെ അല്ലെങ്കിൽ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകം. Israel seized Palestine, expelling the Palestine from their homeland. The Palestine refugees migrated to various Arab countries. In this context, with an objective of establishing a nation for the Palestinians, a movement called Palestine Liberation Organization അല്ലെങ്കിൽ PLO was founded with Yasser Arafat as the president. അങ്ങനെ എന്ത് ചെയ്തു,
ഇതിനെ തുടർന്ന് ഇസ്രയേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങൾ ഉണ്ടാവുകയും ഇസ്രയേൽ പലസ്തീനെ കൈവശപ്പെടുത്തുകയും ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വന്ന പലസ്തീനുകാരെ വിവിധ അറബ് രാഷ്ട്രങ്ങളിൽ അഭയം തേടുകയും ഇസ്രയേലിന്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പലസ്തീനുകാർക്ക് സ്വന്തമായിട്ടുള്ള ഒരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ് എന്ത് പലസ്തീൻ വിമോചന സംഘടന. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എന്താണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഇസ്രയേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായി, ഇസ്രയേൽ പലസ്തീനെ കൈവശപ്പെടുത്തി, ജന്മനാട്ടിൽ നിന്ന് ആര് പുറത്തായി? പലസ്തീനുകാർക്ക് പുറത്താകേണ്ടി വന്നു. അങ്ങനെ അറബ് രാഷ്ട്രങ്ങളിൽ അവർ അഭയം തേടി. ഇസ്രയേലിന്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പലസ്തീനുകാർക്ക് സ്വന്തമായിട്ടുള്ള ഒരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് എന്തിലേക്ക് നയിച്ചത്? പലസ്തീൻ വിമോചന സംഘടനയിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് നേതൃത്വം അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? യാസർ അറാഫത്ത് ആയിരുന്നു ഇതിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ PLO അല്ലെങ്കിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, അതിന്റെ സ്ഥാപക പ്രസിഡന്റ് അല്ലെങ്കിൽ എന്താണ് പ്രസിഡന്റ് ആരായിരുന്നു? യാസർ അറാഫത്ത് ആയിരുന്നു അതിന്റെ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കരാറിനെ അല്ലെങ്കിൽ ഒരു പാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓസ്ലോ കരാർ അല്ലെങ്കിൽ ഓസ്ലോ പാക്ട് എന്നാണ് അതിന്റെ പേര്. ആ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. After a series of bloodsheds and massacres, Israel agreed in principle to recognize Palestine as a free nation. This agreement mediated by the US is called as ഓസ്ലോ പാക്ടിലെ നിരവധി രക്തച്ചൊരിച്ചിലുകൾക്കൊടുവിൽ അല്ലെങ്കിൽ ശേഷം 1993 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവച്ചിട്ടുള്ള ഓസ്ലോ കരാർ പ്രകാരമാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രയേല് അംഗീകാരം നൽകിയത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, യാസർ അറാഫത്തിന്റെ നേതൃത്വത്തില് PLO അവർ രൂപീകരിച്ചു. അവസാനം എന്ത് ചെയ്തു? ഓസ്ലോ കരാർ പ്രകാരമാണ് ഈ ഒരു പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം സ്വതന്ത്ര രാഷ്ട്രമാകാൻ വേണ്ടിയിട്ട് ആര് അംഗീകാരം നൽകിയത്? ഇസ്രയേൽ എന്ന രാജ്യം അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുമായി നടന്നിട്ടുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു പാക്ട് അല്ലെങ്കിൽ ഒരു കരാർ ആയതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിച്ചത്? ഓസ്ലോ കരാർ അല്ലെങ്കിൽ ഓസ്ലോ പാക്ട് എന്ന പേരിൽ അറിയപ്പെട്ടത്. ബട്ട് ദി പ്രൊവിഷൻസ് ഇൻ ദി പാക്ട് ആർ യെറ്റ് ബി ഇംപ്ലിമെന്റഡ്. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്തില്ല? നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് ദി സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ച എങ്ങനെയാണെന്നാണ് പറയുന്നത്. The disintegration of Soviet Union is one of the significant events in the last decades of the 20th century. 20ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള സുപ്രധാന സംഭവങ്ങളാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് അല്ലെങ്കിൽ ആദ്യ ദശകത്തിലാണ് എന്ത് ചെയ്തത്? സോവിയറ്റ് യൂണിയന്റെ തകർച്ച പൂർണ്ണമാവുന്നത്. ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള റീസൺസ് അല്ലെങ്കിൽ കാരണങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഡീവിയേഷൻ ഫ്രം ദി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം. അല്ലെ, സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം. സോഷ്യലിസം അല്ലെങ്കിൽ ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ എന്താണ് ഒരു സോഷ്യൽ ആയിട്ടുള്ള കൺസെപ്റ്റ് കൊണ്ടുവരാത്തതാണ് എന്ത് ചെയ്തത്? ഇവർ തകരാനുണ്ടായിട്ടുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, ഫെയിലിയർ ഇൻ ദി ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ഇക്കണോമിക് സെക്ടറിലെ സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ ഉണ്ടായിട്ടുള്ള പരാജയം. അവർക്ക് സാമ്പത്തിക മേഖലയിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ചേഞ്ചസ് അവർക്ക് ഇക്കണോമിക് സെക്ടറിൽ കൊണ്ടുവരാൻ കഴിയാത്തത് ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ഉണ്ടായിട്ടുള്ള രണ്ടാമത്തെ കാരണം. 3, ഓവർ ഇമ്പോർട്ടൻസ് ടു ഡിഫൻസിലെ പ്രതിരോധത്തിന് അമിത പ്രാധാന്യം നൽകിയപ്പോൾ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും അവരെ കയ്യിലുള്ള ഇക്കണോമിക് ആയിട്ടുള്ള ബാലൻസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? നഷ്ടപ്പെടാൻ തുടങ്ങി. അവരെ ഡിഫൻസിന് മാത്രമായിരുന്നു അവര് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്നത്. Fourth one, regulations on freedom of expression on and opinion. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ. അവർക്ക് എന്ത് ചെയ്യില്ല? ആളുകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോലും എന്ത് ചെയ്തിട്ടില്ല? അവര് നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഏർപ്പെടുത്തിയിട്ട് പല നിയന്ത്രണങ്ങളും അവർ ഏർപ്പെടുത്താൻ തുടങ്ങി. ഫിഫ്ത്ത് വൺ, കറപ്ഷൻസ് ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദി ബ്യൂറോക്രസി. ഉദ്യോഗസ്ഥന്മാരുടെ കെടും കാര്യസ്ഥതയും അഴിമതിയുമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു കാഴ്ചവെച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്തു? സോവിയറ്റ് യൂണിയൻ തകരാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യമായി. അടുത്തത് ആറാമത്തേത്, ദ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഓഫ് മിഖായിൽ ഗോർബച്ചേവ്. മിഖായിൽ ഗോർബച്ചേവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ
എന്താണ് പെരിസ്ട്രോയിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങളും എന്ത് ചെയ്തു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളായി. അപ്പൊ 6 പ്രധാന കാരണങ്ങളാണുള്ളത്. ഒന്നെന്താണ് അവര് ഏറ്റവും സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം. 2 എന്താണ് സാമ്പത്തിക രംഗങ്ങളിൽ അവർക്ക് കാര്യമായിട്ട് എന്താണ് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലുണ്ടായ പരാജയം. പ്രതിരോധത്തിന് അല്ലെ ഡിഫൻസിന് മാത്രം അവർ ഇമ്പോർട്ടൻസ് നൽകി. 4 അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെ എന്താണ് റെഗുലേഷൻ ഓൺ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഓൺ ആൻഡ് ഒപ്പീനിയൻ. 5th വൺ ഉദ്യോഗസ്ഥന്മാരുടെ എന്താണ് ഇൻഎഫിഷ്യൻസിയും അതുപോലെ തന്നെ കറപ്ഷനും. 6th എന്താണ് മിഖായിൽ ഗോർബച്ചേവിന്റെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സിലെ അവരുടെ ഭരണ പരിഷ്കാരങ്ങളൊക്കെ എന്ത് ചെയ്തു സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി. വിത്ത് ദ റെസിഗ്നേഷൻ ഓഫ് ഗോർബച്ചേവ് ആസ് പ്രസിഡന്റ് ഇൻ 1991 സോവിയറ്റ് യൂണിയൻ ഫോർമലി exist. Naturally, this ended Cold War. അങ്ങനെ 1991 വർഷം നോട്ട് ചെയ്യുക 1991 1991 ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ എന്ത് ചെയ്തു ശീതസമരം അവസാനിക്കുകയും ചെയ്തു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോൾഡ് വാറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അങ്ങനെ ഈ കോൾഡ് വാർ അവസാനിച്ചത് എങ്ങനെയാണ്? ഗോർബച്ചേവ് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോട് കൂടിയിട്ട് എന്ത് ചെയ്തു സോവിയറ്റ് യൂണിയന്റെ തകർച്ച സംഭവിക്കുകയും അതോട് കൂടിയിട്ട് എന്ത് ചെയ്തു ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ എൻഡഡ് അല്ലെങ്കിൽ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. The disintegration of Soviet Union had a wide impact on international relations. A unipolar world has emerged under the leadership of the USA in the place of ബൈപോളാർ 1 അല്ലേ. ഇത് അന്തർദേശീയ രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവുകയും ഇരു ധ്രുവ ലോകം തകരുകയും അമേരിക്കയുടെ ആധിപത്യത്തിലുള്ള ഏക ധ്രുവ ലോകം ഉയർന്നു വരികയും ചെയ്തു. അപ്പൊ ഗോർബച്ചേവിന്റെ പിന്മാറ്റം, ശീതസമരത്തിന്റെ അവസാനം, സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഇതൊക്കെ എന്ത് ചെയ്തു അന്തർദേശീയ രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ഇരുധ്രുവ ലോകം എന്ന കൺസെപ്റ്റ് തകർന്നു. പിന്നീട് അതെന്തായിട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് വൻ ശക്തികളായിരുന്നു USA-യും USSR എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതിൽ USSR കംപ്ലീറ്റ് തകർന്നപ്പോൾ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ കംപ്ലീറ്റ് തകർന്നപ്പോൾ എന്ത് ചെയ്തു ഒരു ഏകധ്രുവം അല്ലെങ്കിൽ ഒരു ഏകാധിപത്യമായിട്ട് ആര് ഉയർന്നു വന്നു? അമേരിക്ക ഉയർന്നു വരാൻ തുടങ്ങി. ഇനി യൂണിപോളാർ വേൾഡ് അമേരിക്കൻ ഡോമിനൻസ് അല്ലെ. ഏക ധ്രുവ ലോകം അമേരിക്കൻ ആധിപത്യം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അമേരിക്ക എമർജ്ഡ് ഗ്ലോബൽ പവർ ആൻഡ് സെന്റേഴ്സ് ഓഫ് വേൾഡ് പൊളിറ്റിക്സ് ഫോളോയിങ് ദി ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. ദിസ് ഈസ് കോൾഡ് യൂണിപോളാർ വേൾഡ് ഓർഡർ അല്ലെ. സോവിയറ്റ് യൂണിയന്റെ തകർച്ച അമേരിക്കയിലുള്ള ആഗോള ശക്തിയായി മാറുന്നതിന് കാരണമാവുകയും ഇതോടെ ലോക രാഷ്ട്രത്തിന്റെ കേന്ദ്രം അമേരിക്കയായിട്ട് മാറുകയും ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഏകധ്രുവ ലോകം എന്ന് അറിയപ്പെടുന്നത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ച സംഭവിച്ചു. അമേരിക്ക എന്ത് ചെയ്തു വൻ ആഗോള ശക്തിയായിട്ട് മാറി. ഇതോടെ എന്ത് ചെയ്തു ലോകരാഷ്ട്രത്തിന്റെ കേന്ദ്രം എന്തായിട്ട് മാറി? സ്വാഭാവികമായിട്ടും 2 വൻ ശക്തികളായിട്ടിരുന്ന USA-യും USSR-ന്റെയും തകർച്ച. USSR കംപ്ലീറ്റ് തകർന്നപ്പോൾ എന്ത് ചെയ്തു അവിടെ ഏറ്റവും ടോപ്പായിട്ട് ആര് ഉയർന്നു വരാൻ തുടങ്ങി? USA ഉയർന്നു വരാൻ തുടങ്ങി. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഏകധ്രുവ ലോകം എന്ന പേരിട്ട് വിളിക്കുന്നത്. അവിടെ അമേരിക്കയാണ് ഡോമിനൻസിലെ. അമേരിക്കക്കായിരുന്നു ആധിപത്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ആഗോള രംഗത്ത് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ആവിഷ്കരിച്ചിട്ടുള്ള കുറച്ച് പരിഷ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകിയില്ലേ. അപ്പൊ അമേരിക്ക എന്ത് ചെയ്തു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് നേട്ടങ്ങൾ കൊണ്ടുവരാനാണ് ആദ്യം തന്നെ ശ്രമിച്ചത്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു അന്താരാഷ്ട്ര യൂട്ടിലൈസിംഗ് ഇന്റർനാഷണൽ ഏജൻസി USA പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി എയ്ഡ്സ് ടു കൺട്രീസ് ഓഫ് ദി വേൾഡ് അല്ലെ. അവിടെ എന്ത് ചെയ്തു സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യങ്ങൾക്ക് എന്ത് നൽകി? സാമ്പത്തികമായിട്ടും സൈനികമായിട്ടുള്ള സഹായങ്ങൾ അവർ നൽകാൻ തുടങ്ങി. സെക്കൻഡ് വൺ, സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിച്ചു അല്ലെ. എക്സ്റ്റെൻഡഡ് മിലിറ്ററി അലയൻസ്, അവരുടെ മിലിറ്ററി അലയൻസ് ഒക്കെ എന്ത് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങി. തേർഡ് വൺ, മാധ്യമങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായിട്ട് അവർ ഉപയോഗിച്ചു അല്ലെ. അവരെന്ത് ചെയ്തു അമേരിക്കക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു മാധ്യമങ്ങൾ അവര് മാക്സിമം അല്ലെ മീഡിയ വേർ യൂസ്ഡ് ടു പ്രൊമോട്ട് USA വെസ്റ്റഡ്
ഇൻട്രസ്റ്റിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മീഡിയാസിനെ അവർ ഉപയോഗിച്ചു. അമേരിക്കയുടെ സാമ്രാജ്യത്വ നയം ഗൾഫ് യുദ്ധത്തിന് കാരണമായി. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, അമേരിക്കയുടെ ഈ ഏകധ്രുവ ലോകം എന്ന കൺസെപ്റ്റ് പിന്നീട് എന്തിലേക്ക് മാറി? ഇറ്റ് ക്രിയേറ്റഡ് ഗൾഫ് വാർ അല്ലെ, ഗൾഫ് യുദ്ധത്തിന് പിന്നീട് അത് വഴി തെളിയിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ USA സൈനിക ശേഷിയും സാങ്കേതിക മികവും ഈ യുദ്ധത്തിൽ അമേരിക്ക ഉപയോഗിച്ചു. അങ്ങനെ USA എന്ത് ചെയ്തു, അമേരിക്ക തങ്ങളുടെ സൈനിക ശേഷിയും സാമ്പത്തിക അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള അതേ യൂട്ടിലൈസ്ഡ് മിലിറ്ററി ഫെസിലിറ്റീസ് ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിലെ അങ്ങനെ ഈ ഗൾഫ് യുദ്ധത്തിൽ എന്ത് ചെയ്തു, അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പവറും ഉപയോഗിച്ചുകൊണ്ട് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചപ്പോൾ എന്ത് ചെയ്തു, USA ആധിപത്യത്തിനെതിരായിട്ട് ഒരുപാട് കൂട്ടായ്മകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടാൻ തുടങ്ങി അല്ലേ. പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി സുപ്രീമസി ഓഫ് USA. അവരുടെ സാങ്കേതിക മികവൊക്കെ ഉപയോഗപ്പെടുത്തി ഗൾഫ് വാറൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, പല ആളുകളും എന്ത് ചെയ്തു, അമേരിക്കയ്ക്കെതിരെ തിരിയാൻ തുടങ്ങി. ഇനി നവ സാമ്രാജ്യത്വം അല്ലെങ്കിൽ നിയോ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. Multinational companies and which are the registered in a country and functioning in many countries began to interfere in economic, social and cultural sectors of the later for serving in the interest of the capitalist countries. It is known as neo-imperialism അല്ലേ. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവിധ രാഷ്ട്രങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വികസ്വരവും അവികസിതവുമായ രാജ്യങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ തുടങ്ങി. ഇതാണ് നവസാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഇപ്പോൾ നമ്മൾക്കറിയാം ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പല കമ്പനികളും അല്ലെങ്കിൽ പല ഏജന്റുമാരും ഗൾഫിലൊക്കെ പോയിട്ട് വലിയ സംഘടനകളൊക്കെ അല്ലെങ്കിൽ കമ്പനികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ മൾട്ടിനാഷണൽ കമ്പനികളാക്കിയിട്ട് എന്ത് ചെയ്യുക, അവർ വികസിത അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള നാഷൻസിനും അൺഡെവലപ്ഡ് ആയിട്ടുള്ള നാഷൻസ് അല്ലെങ്കിൽ സ്ഥലങ്ങളെ രാജ്യങ്ങളൊക്കെ തിരഞ്ഞെടുത്തിട്ട് അവരെന്ത് ചെയ്യാണ്, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും ആ മേഖലയിൽ ഇടപെടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നവ സാമ്രാജ്യത്വം എന്ന പേരിട്ട് വിളിക്കുന്നത്. The multinational companies compelled with the another to control the resource and assets of the third world war countries. The promoted consumeration in third world countries to sell their product. Developing nations were considered as the market for the multinational companies. In fact, the products of developed nations started reaching even the village of developing nations. Due to the pressures from the multinational products and marketing strategies, the economic of many countries started ടു കൊളാപ്സ്. അങ്ങനെ എന്ത് ചെയ്തു, ഈ മൂന്നാം ലോക രാജ്യങ്ങളായിട്ടുള്ള ഈ സമ്പത്ത് കൈവശപ്പെടുത്താൻ ബഹുരാഷ്ട്ര കമ്പനികൾ മത്സരിക്കുകയും അവരുടെ തന്ത്രങ്ങൾ എന്ത് ചെയ്തു, പുതിയൊരു ഉപഭോഗ സംസ്കാരം വളരുന്നതിന് കാരണമാവുകയും വികസ്വര രാജ്യങ്ങളുടെ ഗ്രാമങ്ങളിൽ വരെ എത്തിച്ചേർന്നു. ബഹുരാഷ്ട്ര കമ്പനികളോട് മത്സരിക്കാൻ കഴിയാതെ വന്നപ്പോൾ തദ്ദേശീയ സാമ്പത്തിക മേഖലകളൊക്കെ എന്ത് ചെയ്യാൻ തകരാൻ തുടങ്ങി. അങ്ങനെ ചെറിയ അവരുടെ തന്ത്രങ്ങളൊക്കെ എന്ത് ചെയ്തു, ആ ചെറിയ വികസ്വര രാജ്യങ്ങളുടെ അല്ലെങ്കിൽ വികസ്വരമായിട്ടുള്ള രാജ്യങ്ങളുടെ ശ്രമങ്ങളൊക്കെ ഗ്രാമങ്ങൾ വരെ എത്തിച്ചേർന്നു. ഇത് പിന്നീട് ബഹുരാഷ്ട്ര കമ്പനികളോട് മത്സരിക്കാൻ കഴിയാതെ വന്നപ്പോൾ എന്ത് ചെയ്തു, ചില റൂറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് മത്സരിക്കാൻ കഴിയാതെ വന്നപ്പോൾ തദ്ദേശീയ സാമ്പത്തിക മേഖലകളൊക്കെ എന്ത് ചെയ്തു, ക്രമേണ തകരാൻ തുടങ്ങി. ഗ്ലോബലൈസേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക്, ആഗോളവൽക്കരണം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നു. ലിബറേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ വെർ ദി കൺസെപ്റ്റ് ഓഫ് ന്യൂ ഇമ്പീരിയലിസം അല്ലെ. നവസാമ്രാജ്യത്തിന്റെ ആശയങ്ങളായിരുന്നു ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകൾ. ഇനി നമുക്ക് അതെന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ആഗോളവൽക്കരണം, സെക്കൻഡ് വൺ സ്വകാര്യവൽക്കരണം, തേർഡ് ഉദാരവൽക്കരണം. എന്തൊക്കെയാണെന്നാണ് ലിബറൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, ഇത് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലെ. ഫസ്റ്റ് വൺ ആഗോളവൽക്കരണം. Adoption of liberation, regulations and taxation system of facilitates of the import of multinational products and a domestic market. Second one,
സ്വകാര്യവൽക്കരണം അല്ലെ, പ്രൈവറ്റൈസേഷൻ ഓഫ് എ പബ്ലിക് സെക്ടർ ഇൻ ഓർഡർ ടു ടേക്കിംഗ് ഇൻ എ അറ്റംപ്റ്റ് ടു പ്രൊമോട്ട് പ്രൈവറ്റ് സെക്ടർ. Third one, Udharavalkaranam, economic system of the country linked in global economy. The interest of motive of the motivational companies protected. Fourth one, competition derived market came to exist. Last one, trans-border flow of product, service, raw materials, capital, latest technology of human resources facilitated. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും നിയന്ത്രണമില്ലാതെ കടന്നുവരവിനായിട്ട് ഇറക്കുമതികളും നികുതികളും ഉദാരമാക്കില്ലേ. അപ്പോൾ അവർ ഇങ്ങനെ പുതിയ പുതിയ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? മൂലധനത്തിന് നിയന്ത്രണങ്ങളില്ലാതെ കടന്നുവരവിനായിട്ട് ഇറക്കുമതിയിലും നികുതികളൊക്കെ എന്ത് ചെയ്തു? ഉദാരമാക്കി. അതിനെയാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. 2, സ്വകാര്യവൽക്കരണമാണ്. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചില്ലേ. പ്രൈവറ്റ് ആയിട്ടുള്ള മേഖലകളൊക്കെ എന്ത് ചെയ്തു? അവർ സ്വകാര്യവൽക്കരിച്ചു. ലാസ്റ്റ് വൺ ആഗോളവൽക്കരണമാണ്. രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആഗോള സമ്പദ്ഘടനയുമായി ബന്ധിപ്പിച്ചു. 2, ബഹുരാഷ്ട്ര കമ്പനികളുടെ താല്പര്യങ്ങൾ അവർ സംരക്ഷിച്ചു. 3rd വൺ, മത്സരങ്ങളിൽ ഊന്നിയിട്ടുള്ള കമ്പോളങ്ങൾ നിലവിൽ വന്നു. 4th വൺ, അതിരുകളില്ലാത്ത ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതിക വിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. അപ്പോൾ ആഗോളതലത്തിലെ മൾട്ടിനാഷണൽ കമ്പനികൾ എന്ത് ചെയ്തു? ചെറുകിട സ്ഥാപനങ്ങളൊക്കെ ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ ഒരുക്കി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ലോക ബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ആഗോളവൽക്കരണത്തിന് അനുസൃതമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെയാണ് IMF-ഉം അതുപോലെ തന്നെ WTO അല്ലെ, വേൾഡ് ട്രേഡ് ബാങ്ക് ഓർഗനൈസേഷനൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? അവർ ലോക വ്യാപാര സംഘടനയും IMF ഇന്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ടൊക്കെ എന്ത് ചെയ്തു? കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? ഇതിന്റെ ഭാഗമായിട്ട് ആഗോളവൽക്കരണം ലോകത്തിന് മുന്നിൽ പുതിയ സാധ്യതകളും അവസരങ്ങളും തുറന്നിടാൻ തുടങ്ങി. വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ വ്യാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രാജ്യാതിർത്തികൾ കടന്നുള്ള വിനിമയം, ആഗോള ഗ്രാമം എന്നൊരു ആശയത്തിന് അവർ രൂപം നൽകി. അപ്പോൾ ഗ്രാമങ്ങളിൽ മാത്രം വിറ്റിരുന്ന പല ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്തു? നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് കടന്നു പോകാൻ തുടങ്ങിയില്ലേ. ഇതൊക്കെ എന്താണ്? ഈ ഒരു ഗ്ലോബലൈസേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് ജനങ്ങളിലേക്ക് ഈ ആശയം എത്തിയപ്പോൾ എന്ത് ചെയ്തു? സ്വന്തം നാട്ടിൽ വിറ്റഴിച്ചിട്ടുണ്ടായിരുന്ന പല സാധനങ്ങളും പിന്നീട് പുറം ലോകം കടന്നു പോവാൻ തുടങ്ങുകയും ചെയ്തു. ഇതാണ് ഗ്ലോബൽ വില്ലേജ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. എന്നാൽ ആഗോളവൽക്കരണം വികസ്വര രാജ്യങ്ങളെ ദോഷകരമായി ബാധിച്ചു. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ ആഗോളവൽക്കരണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനെ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തതെന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുവരവ് അല്ലെ. ദ ഇന്റർവെൻഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ചേഞ്ച്ഡ് ദ കൺസെപ്റ്റ് ഓഫ് നാഷണൽ സ്റ്റേറ്റ് അല്ലെ. ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കയറ്റം ഒരു വെല്ലുവിളിയായി. സെക്കൻഡ് വൺ, തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കില്ലേ. ലെറ്റ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് ദി ഇൻഡിജിനിയസ് കൾച്ചർ. അവരുടെ ഇൻഡിജിനിയസ് കൾച്ചറൊക്കെ എന്ത് ചെയ്തു? തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ച തുടരാൻ തുടങ്ങി. തേർഡ് വൺ, കാർഷികോൽപ്പന്നങ്ങൾ വിലയിടിഞ്ഞു അല്ലെ. അവരെന്ത് ചെയ്തു? പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് പ്ലഗ്ഡ് അല്ലെ. അവരുടെ സാമ്പത്തിക അല്ലെങ്കിൽ കാർഷികോൽപ്പന്നങ്ങളൊക്കെ എന്ത് ചെയ്തു? വില കുറയാൻ തുടങ്ങി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വെർ ഡിസ്ട്രോയിഡ് അല്ലെ. അവരുടെ പൊതുമേഖലകളൊക്കെ തകരാൻ തുടങ്ങി. സാമൂഹിക സേവന മേഖലകളിൽ നിന്ന് സർക്കാരുകൾ പിന്മാറി. ഗവൺമെന്റ് വിഡ്രോ ഫ്രം ദി സോഷ്യൽ സർവീസ്. ലാസ്റ്റ് വൺ, പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ചുല്ലേ. നാച്ചുറൽ റിസോഴ്സസ് ലൂട്ടഡ്. അങ്ങനെ എന്ത് ചെയ്തു? ആഗോളവൽക്കരണം മൾട്ടിനാഷണൽ കമ്പനികൾ പല രീതിയിൽ നെഗറ്റീവായിട്ടൊക്കെ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ പല ആളുകളും എന്ത് ചെയ്തു? ഈ പ്രകൃതിയെ കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ ലക്ഷ്യങ്ങൾ മാത്രമായിരുന്നു ലക്ഷ്യം വെച്ചത്. ഇത് പിന്നീട് പല ഡെവലപ്ഡ് നാഷൻസിനും എന്ത് ചെയ്തു? ദോഷകരമായിട്ട് ബാധിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ എൻഡിങ് ആണ്. പല പല കാര്യങ്ങളും ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, കോൾഡ് വാർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പൊ കൃത്യമായിട്ട് നല്ല രീതിയിൽ വായിക്കുക, മാക്സിമം മാർക്ക് ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നോട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ.